ഞാനിപ്പോൾ ഉള്ളത് ഒരു GCC രാജ്യത്താണ്, ദുബായ്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, വെള്ളിയാഴ്ചയുടെ അന്ന് ഞാൻ പ്രത്യേകം ഗവനിച്ച ഒരു കാര്യമുണ്ട്. എവിടെ പോയാലും കുറുക്കൻ്റെ കണ്ണ് കോഴിയിൽ എന്നതുപോലെ എൻ്റെ കണ്ണ് പള്ളികളിലേക്ക് പതിഞ്ഞു. അതിലുപരി ട്രാഫിക് സംവിധാനത്തെ ഞാനൊന്ന് വീക്ഷിച്ചു. വെള്ളിയാഴ്ച ജുംഅയുടെ സമയത്ത് യാതൊരു വ്യത്യാസവുമില്ലാതെ വണ്ടികൾ തലങ്ങും വിലങ്ങും. അതായത് ദുബായ് മറ്റു സമയങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കുമോ അതുപോലെ തന്നെ യാതൊരു വ്യത്യാസവും എനിക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോൾ ദുബായിൽ അവിടുത്തെ ആളുകൾ വളരെ ശതമാനം കുറഞ്ഞ, പക്ഷേ മറ്റു രാജ്യങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്നും, ഇന്ത്യയിൽ നിന്നും, ബംഗ്ലാദേശിൽ നിന്നും ഒക്കെ വന്ന മുസ്ലിം കുടിയേറ്റക്കാർ, അവർ ഒന്നടങ്കം വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമെങ്കിൽ തെരുവുകളിൽ അതിൻ്റെ പ്രതിധ്വനി കാണേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഒന്ന് കാണാനില്ല. ഞാനിത് പറയാൻ കാരണം, ആധുനിക ജീവിത ഘട്ടങ്ങളിൽ മതം എവിടെ ചെന്ന് അടിയുമെന്ന് ചോദിച്ചാൽ അത് പറയാൻ പരിതാപകരമായ അവസ്ഥയാണ്. ഈ കുത്തൊഴുക്കിൽ കച്ചുത്തേമ്പ് പോലും കിട്ടാത്ത രീതിയിലാണ് മതം ഇന്ന്. ഞാൻ തങ്ങുന്ന ഒരു ഹോട്ടലിൽ രാത്രി 11 മണി കഴിഞ്ഞാൽ കാബറെ തുടങ്ങി കടക്കുന്ന മുറിയിൽ ശബ്ദ കോലാഹലമാണ്. നോക്കൂ, ഇതൊരു മുസ്ലിം രാജ്യമെന്നാണ് വെപ്പ്. അന്യ പുരുഷനെ കാണാൻ പാടില്ല, പിന്നെയല്ലേ സ്ത്രീകളെ കാണുക. അപ്പം അർദ്ധനഗ്നകളായ സ്ത്രീകളെ കാണാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിക്കൊണ്ട് ഒരു മുസ്ലിം രാജ്യം, അല്ലെങ്കിൽ ഒരു ഡെവലപ്ഡ് കൺട്രി, അതാണ് അതിൻ്റെ ശരിയായ പ്രയോഗം. അവർക്ക് ഈ മാറി വരുന്ന ലോകത്ത് നിന്ന് വ്യത്യസ്തമായിട്ടങ്ങ് മാറി നിൽക്കാൻ പറ്റത്തില്ല, അങ്ങനെ മാറി നിൽക്കാനും പാടില്ല. പക്ഷേ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മുസ്ലിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് തന്നെ നേരെ ഭിന്നങ്ങളായ കാര്യങ്ങളായിട്ട്. മതബോധത്തിൻ്റെ അങ്ങേറ്റം നിൽക്കുന്ന, നിസ്കരിക്കുന്ന, നോമ്പ് നോക്കുന്ന, എല്ലാവിധ മതാചാരങ്ങളെയും അതുപോലെ അനുഷ്ഠിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്നൊരു ധാരണ. ആ ധാരണ ശരിയല്ല. ഞാൻ മുസ്ലിങ്ങളെ കേരളത്തിലെ മറ്റു സമുദായങ്ങളിൽ നിന്നും വ്യത്യസ്തരായി കാണുന്നില്ല. മറ്റ് ഇതര സമുദായങ്ങളൊക്കെ തന്നെ മതവുമായി എവിടെയാണ് ബന്ധപ്പെടുന്നത് അവിടെ തന്നെയാണ് മുസ്ലിങ്ങളും ബന്ധപ്പെടുന്നത്. പക്ഷേ മുസ്ലിങ്ങളുടെ ഗ്രന്ഥങ്ങൾ, രീതികൾ, ആചാരങ്ങൾ, നിർബന്ധങ്ങൾ ഒക്കെ അങ്ങനെയല്ല. ഇപ്പം ഹിന്ദുമതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും ഒക്കെ ചട്ടക്കൂടുകൾ വളരെ ദുർബലമാണ്, നേരിയ കണ്ണികളാൽ തീർക്കപ്പെട്ടവയാണ്. കർക്കശമായ ഇരുമ്പ് മറയാണ് വാസ്തവത്തിൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് തന്നെ അത് തകർത്തെറിയുന്ന ശക്തി അപാരമായിരിക്കുമെന്നത് നമ്മൾ കാഴ്ചയിൽ കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു കക്ഷിക്കും പിന്തിരിഞ്ഞോടാൻ സാധ്യമല്ല. അത് ഇനി നരകം കിട്ടിയാലും സ്വർഗം കിട്ടിയാലും അതിനൊക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് മനുഷ്യൻ ഓടേണ്ട ഭാഗത്തേക്ക് ഓടിക്കൊണ്ടേയിരിക്കും. അതിലൊന്നും ആർക്കും തർക്കം വേണ്ട. തർക്കിക്കുകയാണെങ്കിൽ വെറുതെ അങ്ങ് തർക്കിക്കാം. കണ്ണു തുറന്ന് ചുറ്റും കണ്ണോടിക്കുമ്പോൾ വ്യത്യസ്തമായ മനസ്സിലിരിപ്പിൻ്റെ ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് പതിഞ്ഞു വരുന്നത്.
അത് കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്താണ്. അങ്ങനെയൊന്നും മാറ്റുകളയാനോ മാറ്റിക്കളയാനോ തലപ്പാവ് കെട്ടി ഉസ്താദന്മാർ മൈക്കിൾ പ്രസംഗിച്ചാൽ കൂലി കിട്ടും, അവർക്ക് പണമായി കൂലി കിട്ടും എന്നതൊഴിച്ചാൽ മറ്റൊന്നും സംഭവിക്കില്ല. മതം തെമോഗർത്തത്തിലേക്ക് നിപതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് സന്തോഷത്തോടു കൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ.